പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ പോലുള്ള ഒരു മരണം, അതിന് ക്രിസ്തുവിനെ കണക്ക് മറ്റുള്ളവരോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ വിട്ടുകൊടുക്കാൻ പറ്റണേ? അതും പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി. അയാളുടെ കണ്ണീര് കണ്ട ഒരൊറ്റ കാരണം കൊണ്ട്. വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത സഹോദര സ്നേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. കൂടെയുള്ളവരെ പോലും ചേർത്ത് പിടിക്കാൻ പറ്റാതെ, അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്തി അകറ്റി നിർത്തി, ഉള്ള ബന്ധങ്ങളെ പോലും ഇങ്ങനെ വിലമതിക്കാതെ അകറ്റിക്കളയുന്ന ഒരു കാലത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ കണ്ണീര് കണ്ടിട്ട് ഇയാൾ പറയാണ്, ഞാൻ മരിച്ചോളാം, അയാളെ വെറുതെ വിട്. അതൊക്കെ എങ്ങനെ പറ്റണേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ ഉള്ളിൽ കയറാതെ ഇത് നടക്കില്ല. കാരണം ഈശോ അയാളുടെ ഉള്ളിൽ ജീവിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു സ്നേഹം, ഇങ്ങനെയൊരു സമ്മതം അത് നടക്കില്ല. തന്നെ കുത്തിമുറിവേൽപ്പിച്ചവനെ പോലും തൻ്റെ അവസാനത്തുള്ളി രക്തവും ജലവും കൊണ്ട് സൗഖ്യപ്പെടുത്തിയവൻ്റെ ചങ്കിൽ നിന്ന് ഇങ്ങനെ ഊർന്നു വീണ സ്നേഹം കൊണ്ട് സ്നേഹം ജീവിച്ച ഒരു വിശുദ്ധൻ. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ഒരു വിശുദ്ധമായ, പരാതികളില്ലാത്ത, കണക്ക് വയ്ക്കാത്ത സ്നേഹമുള്ളിൽ നിറഞ്ഞതുകൊണ്ട് മാത്രം. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ല. അസാധ്യതകളുടെ ജീവിതമാണിത്. പക്ഷേ ഇത് ഒരു ക്രിസ്ത്യാനിക്ക് സാധ്യമാകുമെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയണേ. അദ്ദേഹത്തിൻ്റെ ഈ പുണ്യ ജീവിതം, അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഓറയൊക്കെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടാവില്ലേ? അപ്പം നമുക്കും പറ്റില്ലേ ആർക്കൊക്കെയോ വേണ്ടി ജീവിതം കൊടുക്കാനായിട്ട്? ചില മനുഷ്യരെ കാണുമ്പോൾ, ചില പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഇവന്മാരെങ്ങനെ ഇത്ര സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ? നമുക്കൊക്കെ ചെയ്തു തരുന്ന സേവനം. കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നൊരു പയ്യനിങ്ങനെ ഊബർ ബൈക്കുണ്ടല്ലോ, അതിനകത്ത് കയറിയ ഒരു ചെറുപ്പക്കാരൻ. അവനൊരു ആശുപത്രിയിൽ പോകണം, ആശുപത്രി കൊണ്ടുപോയി ആക്കിയിട്ട് പൈസ വാങ്ങിച്ച് തിരിച്ചു വരേണ്ട കാര്യമുള്ളൂ. പക്ഷെ പോകുന്ന വഴിക്ക് വേറെ ഏതോ നാട്ടിൽ നിന്ന് അപ്പനെയും കൊണ്ട് വന്നതാണെന്ന് അറിയുന്നു. പിന്നെ അവൻ്റെ കൂടെ നിൽക്കുന്നു. പിന്നെ വേറെ ഓട്ടത്തിനൊന്നും പോകുന്നില്ല. ഈ നാട് പരിചയമില്ലാത്ത ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ചെല്ലുന്നുണ്ട്. എങ്ങനെ പറ്റണേ? സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പാതിരാത്രി പോലും ഇങ്ങനെ വീട്ടിൽ കയറാൻ പറ്റാതെ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് കൊണ്ട് ഓടി നടക്കുന്നുണ്ട്. ആശുപത്രിയിൽ അവൻ നിൽക്കേണ്ടി വരുന്ന സമയത്ത് ഇവൻ പറയും, നീ നിന്നോ, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. മാക്സിമിലിയൻ കോൾബെമാർ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. നമുക്ക് പറ്റാഞ്ഞിട്ടല്ലെന്നേ. നേരത്തെ പറഞ്ഞ വാക്ക് ഞാനൊന്ന് തിരുത്തണമെന്ന് തോന്നുന്നു. അസാധ്യതകളുടെ ജീവിതം അല്ലത്. ഇതാ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തന്ന ഒരാൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി എന്ന് ജീവിതം കൊണ്ട് പാഠപുസ്തകം കണക്കെ പഠിപ്പിച്ചു തന്ന ഒരാൾ. പരിശുദ്ധ മാതാവിനോട് അതിയായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു എന്ന് പറയണേ. അങ്ങേ മലയടിവാരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ ഓർക്കുമ്പോൾ നിറവയറുമായിട്ട് ഓടാൻ തുനിഞ്ഞ ഒരാളാണ് പരിശുദ്ധ മാതാവേ. അവിടെ ചെന്ന് അവരോടൊപ്പം 3 മാസമൊക്കെ താമസിച്ച് സ്വസ്ഥമാക്കിയിട്ടൊക്കെയാണ് പോരണേ. അങ്ങനെയുള്ള സ്നേഹമൊക്കെ ഉള്ളിക്കൊണ്ട് നടന്നുകൊണ്ടാവാം, കുരിശിൽ കിടക്കണ കർത്താവിനെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നുകൊണ്ടാവാം ഇങ്ങനെ കൈവക്കിയിട്ട് ഞാൻ മരിച്ചോളാം എന്നൊക്കെ പറയണത്. കൊല്ലാൻ കൊണ്ടുപോയവർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലാണ്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയണേ, ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. ഇടയനാടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നൊക്കെയുള്ള കർത്താവിൻ്റെ വചനം അതേപടി ജീവിക്കുന്നൊരു വിശുദ്ധൻ. മാക്സിമിലിയൻ കോൾബയുടെ തിരുനാളിൽ ഒറ്റ കാര്യമൊന്ന് ഓർത്തിരുന്നാൽ മതി. കൂടെയുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ടുള്ള സാധ്യത നമ്മുടെ മുൻപിലുണ്ട്. സമയം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
നമ്മുടെ പണമടക്കമുള്ള നമ്മുടെ എല്ലാ കഴിവുകളും കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ട് അവർക്ക് ജീവൻ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറയണേ ഈ തിരുനാൾ. ഇത് ക്രിസ്ത്യാനിയുടെ സാധ്യതയും നിയോഗവും ഉത്തരവാദിത്വവുമാണെന്ന് പഠിപ്പിച്ചു തരുന്ന വിശുദ്ധൻ്റെ തിരുനാളിൽ എത്ര പേരെ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയ. സ്വന്തം രക്തത്തിൽപ്പെട്ടവർ, അത്രയ്ക്ക് പരിചയം ഉണ്ടായിരുന്നവർ, ഒരു കാലത്ത് സ്വന്തം എന്ന് പറഞ്ഞ് കൈപിടിച്ച് നടന്നിരുന്നവർ, അവരൊക്കെ ഇന്ന് എത്ര അകലത്തിലാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇടയ്ക്ക് പരിചയപ്പെട്ട് സ്വന്തം ജീവിതത്തെക്കാളേറെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ചില മനുഷ്യരൊക്കെ, അവരൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യകലത്തിൽ നിർത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധൻ നമ്മളോട് പറഞ്ഞു തരണത് ഓരോ മനുഷ്യരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ കരച്ചിലുകൾ, ഉള്ളു പൊള്ളുന്ന നിലവിളികൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്ന പറയണേ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി മരിക്കാതിരിക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട അലമുറയിട്ട് കരഞ്ഞിരുന്ന ഒരു മനുഷ്യവംശത്തെ മുഴുവൻ മോചിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത ഈശോയുടെ അതേ സ്നേഹം ജീവിക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് പറ്റണം. അതാണ് നിയോഗം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാളിൽ ഈ ഒരു തിരിച്ചറിവിന് വേണ്ടിയും തെളിച്ചത്തിന് വേണ്ടിയും അത് ജീവിക്കാനായിട്ടുള്ള വലിയ ബലത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഈശോയെ, അതിനായി ഞങ്ങളെ ആശീർവദിക്കണമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി മുട്ടിൽ നിൽക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, സഹോദരങ്ങളെ സ്നേഹിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് അങ്ങ് അതിലും അപ്പുറത്തായിട്ട് പഠിപ്പിച്ചു. എന്നിട്ടും സഹോദരങ്ങളെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത ഞങ്ങളിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.